നെസ്ബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ വരവായി. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളെ പോലെയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസമാണ് കേട്ടോ ക്രിസ്മസ്. എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. കുട്ടിക്കാലം മുതലേ തന്നെ കരോളുകളിൽ പങ്കെടുക്കാനും അതേമാതിരി തന്നെ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ക്രിസ്മസ് പുൽക്കൂടും പിന്നെ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഇടുന്ന ലൈറ്റിങ്സും മറ്റ് ഡെക്കറേഷൻസും ഒക്കെ ശരിക്കും എന്താ പറയുക, ഒരു വൈബാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ക്രിസ്മസ് കാലഘട്ടമാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2022 ക്രിസ്മസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 വർഷം മുമ്പുള്ള ക്രിസ്മസ്. ഈ വർഷത്തെ ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു ക്രിസ്മസാണ് എനിക്ക്. എൻ്റെ കുഞ്ഞുണ്ടായിട്ടുള്ള വർഷമാണ്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു ക്രിസ്മസ് ബേബിയാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ. അപ്പോൾ അവനും അവളും അവരുടെ വീട്ടിലാണ്. ഞാൻ ഇടയ്ക്ക് പോയി അവരെ കാണാറുണ്ട്. കുഞ്ഞ് ജനിച്ച ഒരു 30 ദിവസത്തോളം വൈഫിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതിലാണ്. ഈ വർഷത്തെ ക്രിസ്മസിൽ ഈ പുൽക്കൂടുകൾ കാണാനും അതേമാതിരി തന്നെ ലൈറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അടുത്ത വർഷം ആകുമ്പോഴേക്കും അവൻ വലുതായിട്ട് അവനെയും കൊണ്ട് ക്രിസ്മസ് ഈവിന് ഇങ്ങനെ പോകണം. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരോളാണ്. എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ എന്താ പറയുക, ഒരുവിധം എല്ലാ വർഷത്തെയും കരോളുകളിൽ ക്രിസ്മസ് അപ്പാപ്പനാവാറുണ്ട്. എത്ര വലുതായിട്ടും ആ ഒരു ഇതിൽ നിന്ന് മാറാനായിട്ടൊരു നാണക്കേടൊന്നും തോന്നില്ല. സോ ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അപ്പാപ്പനാവാനായിട്ട് കുറച്ച് നേരമെങ്കിലും ക്രിസ്മസ് അപ്പാപ്പനായിട്ട് വീടുകളിലൊക്കെ പോയിട്ട് ഡാൻസ് കളിച്ച് അതിഗംഭീരാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ക്രിസ്മസ് നൈറ്റിൻ്റെ തലേ ദിവസം, അതായത് 24-ാം തീയതി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഉള്ള ഒരു ക്രിസ്മസ് ഇവൻ്റാണ് കേട്ടോ, കരോൾ ഇവൻ്റാണ്. സോ ഞങ്ങളുടെ ഓരോ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇടവകയിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ കരോള് നമ്മൾ ഇടവക പള്ളിയിൽ എത്തിച്ചേരും. സോ അത് കഴിഞ്ഞ് ഫൈനലായിട്ട് നമുക്കവിടെ ഒരു കരോൾ ഗാന മത്സരം അതേമാതിരി തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള മറ്റ് പരിപാടികളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഇടവകയിലൊക്കെയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും കാണാനായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഒരുപാട് പേര് ഈ ഒരു സമയത്ത് ജോലിക്കൊക്കെ പോയിരിക്കുന്നവർ ഈ ഒരു ടൈമിൽ ഡിസംബർ ജനുവരി സമയങ്ങളിൽ ലീവ് എടുത്ത് വന്നിട്ട് നാട്ടിൽ അടിച്ചു പൊളിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാണുമ്പോൾ അതും ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ, 24-ാം തീയതി അല്ല 23-ാം തീയതിയാണ് ഇടവകയിൽ ഈ പരിപാടി. ശരിക്കും 24-ാം തീയതി ഉള്ളത് ഞങ്ങളുടെ പള്ളിയിലൊരു കുഞ്ഞ് പള്ളിയാണ്. അപ്പോൾ അവിടെയുള്ളൊരു ക്രിസ്മസ് ആഘോഷമാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടാണ്. എൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ബ്രദർ എഡിസൻ്റെ കലാവിരുതാണ് ഈ കാണുന്നത്. ശരിക്കും ഞാനൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പള്ളിയിൽ ഉണ്ടാക്കാൻ നിന്നത് കാരണം വീട്ടിലത്തെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അവൻ അത് ഏറ്റെടുത്ത് നടത്തി. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നത്തെ ദിവസത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിസൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഡിസംബർ 24-നാണ് പുള്ളിക്കാരൻ ജനിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പള്ളിയിൽ നിന്ന് കരോള് പോകുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വെച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കരോളിന് വരുന്ന എല്ലാ പിള്ളേർക്കും കൊടുത്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും കരോളിന് ഇറങ്ങാറ്. അത് ശരിക്കും എന്താ പറയുക, എല്ലാ വർഷവും ഞങ്ങൾ അതേമാതിരി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വർഷം ഇരട്ടി മധുരം എന്ന് പറയുന്നത് കുഞ്ഞുവാവകൾ 2 പേരായി ഇപ്പോൾ ഇവിടെ. എൻ്റെ കുഞ്ഞ് അവളുടെ വീട്ടിലാണ്, പക്ഷേ അടുത്ത വർഷം ഇവിടെ ഉണ്ടാവും ഈ സമയത്ത്. സോ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരോളിന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ ക്രിസ്മസിനും ഞാൻ ക്രിസ്മസ് സാന്റ ആവാറുണ്ട്. സോ ഈ വർഷം ഞാനത് മുടക്കുന്നില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ എൻ്റെ മനസ്സിലുള്ളൊരു ഹീറോയിക് അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരാളാണ് ഈ സാന്റാക്ലോസ് എന്ന് പറയുന്ന ഒരു ഇതിഹാസം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് കളിക്കാനും അതേമാതിരി തന്നെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് അവർക്ക് ഇങ്ങനെ ബ്ലെസ് ചെയ്യാനും ഒരു എന്താ പറയുക പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഈ കരോളിന് ക്രിസ്മസ് സാന്റ ആവുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ആ ഒരു ഏജിൽ പലരും എൻ്റെ കൂടെ വന്ന് ക്രിസ്മസ് സാന്റ ആയി. പക്ഷേ ഇപ്പോൾ അവരൊന്നും അതാവാറില്ല. വളരെ ചെറിയ പിള്ളേരൊക്കെയാണ് ഇപ്പോഴും ആവുന്നത്. പക്ഷേ എനിക്കെന്തോ ആ ഒരു ഇതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. സോ ഞാൻ എല്ലാ പ്രാവശ്യം കുറച്ച് നേരമെങ്കിലും ഞാൻ ഇങ്ങനെ ക്രിസ്മസ് സാന്റ ആയിട്ട് ഞാനിങ്ങനെ ആടിത്തിമർക്കാറുണ്ട്.
പിന്നെ ഈ കരോളിനൊക്കെ പോകുമ്പോൾ വേറൊരു സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ മുമ്പുണ്ടായിരുന്ന പലരും പല ജോലികളായിട്ടും ഒരു സമയത്ത് ക്രിസ്മസിനൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം വരും. എനിക്കും 2-3 ക്രിസ്മസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമം ഇപ്പോൾ അവരും അനുഭവിക്കുകയാണെന്ന് ഉള്ളൊരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടാവാറുണ്ട്. വിദേശത്തേക്ക് പോവാതെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോട് അപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരു എന്താ പറയുക അസൂയ തോന്നാറുള്ളത്. നമ്മളെത്രയൊക്കെ വിദേശങ്ങളിൽ പല സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാലും നാട്ടിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷം നമ്മൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയായിരുന്നാലും കിട്ടില്ല. പേഴ്സണലി എനിക്ക് അത് വേറെ സ്ഥലങ്ങളിലൊന്നും അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ, നമ്മൾ കഴിഞ്ഞ് വരുന്ന പല ജനറേഷനുകളും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു ക്രിസ്മസിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് നമുക്കത് ആ ഒരു സ്ട്രോങ് ക്രിസ്മസിൻ്റെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഒരുപാട് ക്രിസ്മസ് കരോളിന് പോകാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട്. അവരൊന്നും അത്രയും അധികം ആൾക്കാരൊന്നും ഇപ്പോഴും പങ്കെടുക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ആളുകൾ, കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ശരിക്കും അത് ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു സെർട്ടൻ റിലീജിയസ് ഗ്രൂപ്പിൻ്റേതല്ല. നമുക്ക് ഇവിടെ ഈ ഒരു ക്രിസ്മസ് കരോളിൽ പങ്കെടുക്കാനായിട്ട് പല മതത്തിൽപ്പെട്ട ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഒത്തൊരുമയും കൂടെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്രിസ്മസ് ഇവൻറ്റിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ അവർക്കൊരു നൽകുന്നൊരു പാഠമാണ്. മീൻസ് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു പാഠം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ മനസ്സിലാക്കുന്ന ഒരു ഇവൻറ്റും കൂടിയാണ് ഈ ക്രിസ്മസ് കരോൾ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് കരോളൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ പള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി പാതിരാ കുർബാനയാണ് 25-ാം തീയതി. സോ അതിന് മുമ്പ് നമ്മൾ പോകുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ കരോളിനൊക്കെ പോയി കിട്ടിയ പൈസ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ടൂറ് സിനിമയ്ക്കോ അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് നമുക്ക് പോകാനായിട്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു പൈസ എന്താ പറയുക മാറ്റി വയ്ക്കും. ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി വരും വർഷങ്ങളിൽ ഇതിലും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് എൽഡോ സൈനിങ് ഔട്ട് ഫ്രം ലൈഫ് വ്ലോഗ്സ് വിത്ത് ദിനേഷ് ബ്രോ.
നടന്നോരും പല പാണ്ടിക്കുന്നുകയോ Mani pagkakao.